നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി VBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ലെ സൗമ്യ ഷാജി വിജയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSDA നേതൃത്വത്തിൽ അധ്യാപകർ തൊടുപുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് R. ഹരി ഉദ്ഘാടനം നിർവഹിച്ചു. MM മണിയെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതൃത്വത്തിൽ കരിമണ്ണൂർ ഏരിയയിലും തൊടുപുഴ ഏരിയയിലും കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മൈലക്കൊമ്പ് സെന്റ് തോമസ് B.Ed കോളേജിൽ നടത്തിയ ഗണിതശാസ്ത്ര സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ് ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം മേഖലയിൽ സ്വർണത്തിന് നിറം നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി വന്ന 2 ബീഹാർ സ്വദേശികളെ കാളിയർ പോലീസ് അറസ്റ്റ് ചെയ്തു. ടിംബർ മർച്ചന്റ്സ് അസോസിയേഷൻ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. മാരിയിൽ കൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കരിമണ്ണൂർ പഞ്ചായത്ത് പാഴുക്കര 7ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ലെ സൗമ്യ ഷാജിക്ക് വിജയം. LDF സ്ഥാനാർത്ഥി ലീല ടീച്ചറിനെ 28 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സൗമ്യ ഷാജി വിജയിച്ചത്. തുടർന്ന് കരിമണ്ണൂർ ടൗണിൽ UDF നേതൃത്വത്തിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് UDF കൺവീനർ ജോൺ നെടിയപാല, മുഹമ്മദ് വെട്ടിക്കൽ, സാബു എബ്രഹാം, ജെയ്സൺ ചെമ്പോട്ടിക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി, വൈസ് പ്രസിഡന്റ് പോൾ കുഴിപ്പിളിൽ, പഞ്ചായത്ത് മെമ്പർമാരായ AN ദിലീപ്കുമാർ, സണ്ണി എബ്രഹാം, UDF നേതാക്കളായ PK നാസർ, NK ഏലിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. SDPI സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ടായിരുന്നു. LDF-ലെ പ്രിയ രാജേഷ് രാജിവെച്ച ഒഴിവിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മങ്ങാട്ടുകവല കാഴ്ചമറ്റം റോഡ് തകർന്ന് ഗതാഗതം താറുമാറായി. റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 6 മാസത്തിലേറെയായിട്ടും റോഡ് നന്നാക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ന്യൂമാൻ കോളേജിലേക്ക് ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും ദിവസവും സഞ്ചരിക്കുന്ന റോഡാണിത്. കൂടാതെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഈ വഴി കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ റോഡ് നന്നാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമായി. തൊടുപുഴ വീക്ഷണം ജംഗ്ഷനിൽ ആവശ്യമായ ദൂരപരിധി പാലിക്കാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം കള്ളുഷാപ്പ് തുറക്കുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ നടത്തിവന്ന സമരം താൽക്കാലികമായി പിൻവലിച്ചു. എക്സൈസ് ഉദ്യോഗസ്ഥരുമായി DCC പ്രസിഡന്റ് റോയ് K. പൗലോസ് നടത്തിയ ചർച്ചയിൽ കള്ളുഷാപ്പ് തുറക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ദൂരപരിധി ലംഘിച്ച് കള്ളുഷാപ്പ് തുറക്കുന്നതിനെതിരെ ഡയറ്റ് റെസിഡൻസ് അസോസിയേഷൻ നൽകിയ ഹർജിയിലും കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായിരുന്നു. ഇതോടെയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ 7 ദിവസമായി നടത്തിവന്ന സമരം നിർത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSDA ആഭിമുഖ്യത്തിൽ അധ്യാപകർ DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൊടുപുഴ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് R. ഹരി ഉദ്ഘാടനം നിർവഹിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും ദ്രോഹിക്കുന്ന, അതിനുവേണ്ടി എടുക്കുന്ന നടപടികളിൽ ഒരു നടപടി മാത്രമാണ് ഈ ഉച്ചഭക്ഷണ പദ്ധതി അട്ടിമറിക്കുവാനുള്ള പുതിയ ഗൂഢാലോചനയും അത് നടപ്പിലാക്കി വരുന്നതും. നമുക്കേവർക്കും അറിയാം, KSDA ജില്ലാ പ്രസിഡന്റ് EJ രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MN പുഷ്പലത, TM സുബൈർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി AN ഷാജഹാൻ സ്വാഗതവും സീനത്ത് ബീബി നന്ദിയും പറഞ്ഞു. MM മണി ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ കരിമണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് വണ്ണപ്പുറത്ത് സ്വീകരണം നൽകി. KM സോമൻ, PS ഗോപി, PN തങ്കപ്പൻ, AJ ജോസ്, ജേക്കബ് ജോൺ, ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജാഥ ക്യാപ്റ്റൻ KR ഗോപാലൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. സഖാവ് MM മണിയെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുക. ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതുകൊണ്ട് മാത്രം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇടുക്കിയുടെ മണ്ണിൽ നിന്നും തുടച്ചു മാറ്റാമെന്നാണ് ഭരണാധികാരികളും പ്രത്യേകിച്ച് UDF ശ്രമിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. സഖാവ് MM മണി വളരെ ചെറുപ്പം മുതൽ തന്നെ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ
എം മണി ഉൾപ്പെടെയുള്ള CPM നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കുന്നതിൽ പ്രതിഷേധിച്ച് CPM തൊടുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി ഉദ്ഘാടനം നിർവഹിച്ചു. ജാഥ ക്യാപ്റ്റൻ BB മത്തായി, KM ബാബു, TR സോമൻ, M കുമാരൻ, MM ഷാഹുൽ ഹമീദ്, PK സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കൊലയാളികളുടെ പാർട്ടികളെ വിളിച്ച് ആക്ഷേപിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാക്കന്മാരെ കൊലയാളികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യമല്ല. 1950കളിൽ തൊടുപുഴ താലൂക്കിലെ പണിയെടുക്കുന്ന കൃഷിക്കാരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ മോചന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു ചെറിയ ഘടകം രൂപീകരിച്ച് അതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചതിന്റെ പേരിൽ സഖാവ് KS കൃഷ്ണപിള്ളയെ പിടിച്ചുകൊണ്ടുപോയി ദിവസങ്ങളോളം ഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ലേലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളിലെല്ലാം ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ്. കുടയത്തൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ ഡിസംബർ 7 നടക്കുന്ന CBSE അഫിലിയേഷൻ പ്രഖ്യാപന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വിളംബര ജാഥ നടത്തി. മൂലമറ്റം, കാഞ്ഞാർ, കൊടിയത്തൂർ, മുട്ടം എന്നിവിടങ്ങളിലാണ് വിളംബര ജാഥ നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KMSRA നേതൃത്വത്തിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർ പണിമുടക്കി. പണിമുടക്കിനോടനുബന്ധിച്ച് നടന്ന പ്രകടനവും ധർണയും CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ ഉദ്ഘാടനം ചെയ്തു. KMSRA ജില്ലാ സെക്രട്ടറി നിമേഷ് സെബാസ്റ്റ്യൻ, പ്രസിഡന്റ് വിനു മാത്യു, സംസ്ഥാന ട്രഷറർ കുര്യൻ ജോർജ്, സാം ജോസഫ്, ദീപു മാത്യു, ജസ്റ്റിൻ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. മൈലക്കൊമ്പ് B.Ed കോളേജിൽ ഗണിതശാസ്ത്ര സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സ്ഥാപനങ്ങളിലുള്ള എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഇത്തരം പരിപാടികൾ നടത്തുന്നത് തികച്ചും നല്ല കാര്യമാണ് എന്നതിൽ എനിക്ക് സംശയമില്ല. കണക്കില്ല നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കണക്ക് കൊണ്ട് നിങ്ങൾ അമ്മാനമാണ്. കുറുക്ക് വഴികൾ, ചെറിയ ഇടവഴികളിലൂടെ യാത്ര ചെയ്ത് വേഗത്തിൽ നല്ല വഴിയിലേക്ക് എത്തുന്നതിനുള്ള ചില അവസരങ്ങൾ ഉണ്ടാക്കി തരാനൊക്കെ ഇവിടുത്തെ ഇതിന്റെ പ്രധാന അധ്യാപകർക്ക്, പ്രത്യേകിച്ച് ഡോക്ടർ KJ ജോൺ പോലുള്ള വിദ്യാസമ്പന്നരും അതുപോലെ തന്നെ ഫാദർ ജോൺ ഇലഞ്ഞേടം അധ്യക്ഷത വഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ജെറോം, SSA DPO VN ഷാജി, സെന്റ് റീത്താസ് HSS പ്രിൻസിപ്പൽ ബേബി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ KJ ജോൺ, ഡോക്ടർ CC കുര്യൻ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. പുഷ്പമ്മ സി വടക്കൽ സ്വാഗതവും ഫാദർ ജോൺസൺ ഓറോപ്ലാക്കൽ നന്ദിയും പറഞ്ഞു. ദേശീയ ഗണിതശാസ്ത്ര വർഷാചരണത്തോടനുബന്ധിച്ച് ശ്രീനിവാസ രാമാനുജന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുത്തി മൈലക്കൊമ്പ് B.Ed കോളേജിൽ പ്രോജക്ട് തയ്യാറാക്കി. കോളേജിൽ നടന്ന ഗണിതശാസ്ത്ര സെമിനാറിന്റെ ഭാഗമായാണ് രാമാനുജാസ് ലൈഫ് റൂക്ക്ലെറ്റ് എന്ന് പേരിട്ട ചാർട്ടുകളുടെയും കാർട്ടൂണുകളുടെയും പ്രദർശനം നടന്നത്. ശ്രീനിവാസ രാമാനുജന്റെ 125ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഗണിതശാസ്ത്ര വർഷാചരണം നടത്തുന്നതെന്ന് ഡോക്ടർ CC കുര്യൻ പറഞ്ഞു. ശ്രീനിവാസ രാമാനുജന്റെ ജനനത്തിന്റെ 125ാം വർഷം പ്രമാണിച്ച് 2012 നമ്മൾ ഗണിതശാസ്ത്ര വർഷമായിട്ട് ആചരിക്കുകയാണ്. ദേശീയ ഗണിതശാസ്ത്ര വർഷം. ഡിസംബർ 22 അദ്ദേഹത്തിന്റെ ജന്മദിവസം. അതുകൊണ്ട് ഡിസംബർ 22 എന്ന് പറയുന്നത് നമ്മുടെ ഗണിതശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഈ സെൻറ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അത് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. കുമാരമംഗലം ടാക്സി വാഹനങ്ങൾ ഓട്ടം വിളിച്ച ശേഷം വാഹനക്കൂലി കൊടുക്കാതെ മുങ്ങുന്ന ബിരുദന്മാർ ഇന്നും വിലസുന്നു. മോഡിയിൽ വസ്ത്രധാരണം നടത്തി മാന്യന്മാർ ചമനെത്തുന്ന കള്ളന്മാരെ തിരിച്ചറിയാനാവാതെ പലർക്കും അമളി പറ്റുന്നു. അമളി പിണിഞ്ഞ കാര്യം നാണക്കേടോർത്ത് മിക്കവരും പുറത്തു പറയാത്തതാണ് ഇത്തരക്കാർക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ സമീപത്തെ വെൽഡിംഗ് വർക്ക്ഷോപ്പിലേക്ക് JCBയുടെ പണിക്കായി തകിട് വാങ്ങുവാൻ എറണാകുളത്തു നിന്നും പോകുവാൻ ഓട്ടം വിളിച്ചു. കാഞ്ഞാറിൽ നിന്നും ആൾ കയറി തിരക്കേറി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ഭാഗത്തെത്തിയതോടെ പണിക്കാരെ വിളിക്കാൻ ചില്ലറയായി 1000 രൂപ വാഹനത്തിന്റെ ഡ്രൈവറിൽ നിന്നും വാങ്ങിയ ശേഷം തകിട് വാങ്ങാനെത്തിയാൽ തിടുക്കത്തിൽ പോയി. സമയം വൈകിയതോടെ ആളെ കാണാതെ ഡ്രൈവർ കാഞ്ഞാറിലെ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ടെങ്കിലും വാഹനത്തിൽ കയറിയ ആളുടെ മൊബൈൽ ഓഫായിരുന്നതിനാൽ ബന്ധപ്പെടാനാകുന്നില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. മാങ്കുളം ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട കർഷകരുടെ കുടുംബസംഗമം ഡിസംബർ 9 ഞായറാഴ്ച മാങ്കുളം സെന്റ് മേരീസ് അക്കാദമിയിൽ നടത്തുമെന്ന് MSCP പീഡിത കർഷക അവകാശ സംരക്ഷണ സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോൾ മതിയായ നഷ്ടപരിഹാരം കൊടുക്കുമെന്നും ഭൂമി വിട്ടുകൊടുക്കുന്നവരെ സംരക്ഷിക്കും എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത കാലത്ത് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ലഭിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ലോകത്തോട് പറഞ്ഞതാണ്. ഇതനുസരിച്ച് പലയിടത്തും നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഐക്യരാജ്യത്തു മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ മൂലമ്പള്ളിയിലെ പ്രശ്നം ഒരു പ്രത്യേക പാക്കേജായി പരിഹരിച്ചു. അതിനുശേഷം ഇപ്പം മെട്രോ റെയിലിന് വേണ്ടി എറണാകുളത്ത് ഭൂമി ഏറ്റെടുക്കുന്നിടത്തും അവരാവശ്യപ്പെട്ടത് അനുസരിച്ചുള്ള തുക അവർക്ക് നൽകിയുണ്ടായി. ഭൂമിക്ക് വിപണി വില നൽകണം എന്നുള്ളതാണ് എല്ലായിടത്തെയും കർഷകരുടെ ആവശ്യം. വിപണി വില നിശ്ചയിക്കുന്നതിന് നിലവിലുള്ള മാനദണ്ഡങ്ങൾ ഒരു പക്ഷേ അപര്യാപ്തമാണ്. അത് പരിഹരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ മാങ്കുളത്ത് KICB ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ വിപണി സ്വർണം മിനുക്കി നൽകാമെന്ന് പറഞ്ഞ് വീട്ടമ്മമാരെ കബളിപ്പിച്ചു വന്ന ബീഹാർ സ്വദേശികളായ 2 പേർ പിടിയിലായി. വണ്ണപ്പുറം പട്ടേക്കുടി ആനിക്കുഴി ഈറ്റിക്കൽ അനീഷിന്റെ ഭാര്യ നിഷയുടെ 12 ഗ്രാം തൂക്കമുള്ള താലിമാല മിനുക്കിയാണ് ഇവർ സ്വർണം അപഹരിച്ചത്. സംശയം തോന്നിയ വീട്ടമ്മ സ്വർണ്ണാഭരണശാലയിലെത്തി പരിശോധിച്ചപ്പോഴാണ് സ്വർണം നഷ്ടമായ വിവരം അറിയുന്നത്. 3.300 ഗ്രാം തൂക്കമാണ് കുറഞ്ഞുപോയത്. തൊടുപുഴ താലൂക്ക് ടിംബേഴ്സ് മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രഥമ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. മരം അറുത്ത് ഉരുപ്പിടിയാക്കി കൊടുക്കുന്ന ആ മേഖലയിലുള്ള ഉടമകൾ വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുകള് ഇതിനു വേണ്ടി വരുമ്പോൾ വസൂല് ചെയ്ത റേറ്റ് സമീപത്തെങ്ങുമില്ലാത്ത രൂപത്തിൽ വർദ്ധിപ്പിച്ചു. കുറെ കണക്കൊക്കെ അവർ എന്നോട് പറഞ്ഞു. അപ്പോൾ സാറൊന്ന് ഇടപെടണം. ഞാൻ പറഞ്ഞു ഇടപെടാനില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ലെ സൗമ്യ ഷാജി വിജയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSDA നേതൃത്വത്തിൽ അധ്യാപകർ തൊടുപുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് R. ഹരി ഉദ്ഘാടനം നിർവഹിച്ചു. MM മണിയെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതൃത്വത്തിൽ കരിമണ്ണൂർ ഏരിയയിലും തൊടുപുഴ ഏരിയയിലും കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മൈലക്കൊമ്പ് സെന്റ് തോമസ് B.Ed കോളേജിൽ നടത്തിയ ഗണിതശാസ്ത്ര സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ് ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം മേഖലയിൽ സ്വർണത്തിന് നിറം നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി വന്ന 2 ബീഹാർ സ്വദേശികളെ കാളിയർ പോലീസ് അറസ്റ്റ് ചെയ്തു. ടിംബർ മെർച്ചന്റ്സ് അസോസിയേഷൻ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. മാരിയിൽ കൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.